നമസ്കാരം. മട്ടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മട്ടനാണ്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുക്കറിനകത്ത് ഒഴിച്ച് വെക്കുക. എന്നിട്ട് അതിന് തീ കൊടുക്കുക. ഗ്യാസ് കത്തിച്ചു. എണ്ണ ചൂടായി. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു. ചെറിയ ജീരകമാണ് ഇട്ടത്. ഒരു 10 വെളുത്തുള്ളി അല്ലിയും ഇട്ടിട്ടുണ്ട്. രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ഇടുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇതിലേക്ക് ആവശ്യത്തിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇളക്കി ചേർത്ത് കുക്കർ അടയ്ക്കുക. തീ ഫുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 5 വിസിലാണ് വരേണ്ടത്. ആദ്യത്തെ ഒരു വിസിൽ ഫുൾ തീയിലും അടുത്ത 4 വിസിൽ സിമ്മയിലും വരണം. ഏകദേശം ഒരു 10 മിനിറ്റോളം 12 മിനിറ്റോളം ഇത് വേകണം അടുപ്പയിൽ. അത് കഴിയുമ്പോൾ കുക്കറിനെ ഓഫ് ചെയ്യാം. കുക്കർ വേകുന്ന സമയത്ത് അടുത്ത ഒരു അടുപ്പിൽ ഒരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇതൊരു ബേ ലീഫാണ്. ഇത് മുറിച്ചത് അതിനകത്ത് ഇടാം. 4-5 കഷ്ണം ക്ലോവ്, അതായത് ഗ്രാമ്പു അതിലേക്കിടാം. പിന്നെ വലിയ ഏലക്കയാണ് ഇത്. പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, ഉണക്കമുളക്, ജാതിപത്രി, ഇത്രയും ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ സ്പൈസസ് എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. ഇതിനെ ഓഫ് ചെയ്ത് ഇനി ഒന്ന് തണുക്കാൻ അനുവദിക്കുക. സ്പൈസസ് മൂപ്പിച്ചതിനെ ഇങ്ങനെ ഒരു പോട്ടിലിയിലേക്ക് മാറ്റുക. ഇത് ഞാൻ വീട്ടിൽ തുന്നിയെടുത്തതാണ്. നല്ല മൽമൽ തുണിയാൽ, കനം കുറഞ്ഞ തുണിയാൽ തുന്നിയെടുക്കാൻ. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും.
ഇതിനകത്ത് കോരിയിട്ട് അടച്ച് ഇത് ലോക്ക് ചെയ്ത് ഇതിനെ കറിക്കകത്ത് ഇറക്കി വെക്കാവുന്നതാണ്. ഇനി പാൻ വീണ്ടും അടുപ്പിൽ വെച്ച് കത്തിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് ഒരു മുഴുത്ത സവാള ഉള്ളി അരിഞ്ഞതാണ്. അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കർ ഓഫ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സമയമായി. ഉള്ളിയുടെ കളറൊക്കെ മാറി ഏകദേശം ഗോൾഡൻ കളറിലായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു മുഴുത്ത തക്കാളിക്ക അരച്ചെടുത്ത് അതിൻ്റെ പേസ്റ്റാണ്, തക്കാളി പേസ്റ്റ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു 10-12 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പേസ്റ്റ് ചെയ്താണ്. ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റി നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റ് കിടക്കട്ടെ ഇങ്ങനെ. മസാല നന്നായിട്ട് വഴന്ന് കഴിഞ്ഞു. ഇതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, വീട്ടിൽ പൊടിച്ചതാണ് അത്, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 സ്പൂൺ കിച്ചൺ കിങ് പൗഡർ. അത് നമുക്ക് പുറത്ത് ആമസോണിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, എന്നാലും കിട്ടും സാധനം അന്വേഷിച്ചാൽ. ഇതിലേക്ക് സ്വല്പം മല്ലിയില ഇടുക. കുക്കർ തുറന്നു. ഇതിലേക്ക് ഈ പേസ്റ്റിനെ മസാലകളെല്ലാം ചേർക്കുക. തീ കൂട്ടിക്കൊടുത്തു. നന്നായിട്ട് ഇളക്കുക. ഇനി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് സിമ്മിൽ വേവിക്കുക. തീ കുറച്ചു. ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് തിളപ്പിച്ചൊഴിച്ചാൽ മതി. ഇനി ഈ പോട്ടിൽ കെട്ടി വെച്ചത് ഇതിനകത്ത് ഇറക്കാവുന്നതാണ്. 15 മിനിറ്റ് അതിൽ കിടന്നിട്ട് അതിലെ എല്ലാ സത്തുകളും ഇറങ്ങി അതിനെ ചേരട്ടെ. ഇറച്ചി വെന്തു, അതുകൊണ്ടിനി അടയ്ക്കുന്നില്ല. ചെറിയ തീയിൽ ഈ മസാലയൊന്ന് പാകമാകുവാനും ഒക്കെ ആയിട്ട് തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. വെറുതെ ഒരു അടപ്പ് ചാരിയേക്കാം. തീ കുറച്ച് ചെറു തീയിൽ അടച്ച് 15 മിനിറ്റും കൂടി അതൊന്ന് ചെറിയ തീയിൽ കിടന്ന് വേകട്ടെ. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. പിന്നെ ഉപ്പൊക്കെ നോക്കുക, ആവശ്യമെങ്കിൽ ഉപ്പിടുക.
ഇത് എൻ്റെ മകൻ അവൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. ഒരു ഗുജറാത്തിയാണ് പറഞ്ഞു കൊടുത്ത ആൾ. മകൻ എനിക്ക് പാസ് ചെയ്തു. ഞാനത് എഴുതി വെച്ച് ഇപ്പം ഉണ്ടാക്കിയതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കറിൻ്റെ തീ ഓഫാക്കും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ്. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യണം, യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കോഓപ്പറേറ്റീവ് ആയിരിക്കണം. താങ്ക് യു.